റോജിയും ആ കവാടത്തിന് മുൻപിൽ ഉണ്ടായിരുന്നു. അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, അല്പസമയത്തിനകം തന്നെ മറ്റ് പ്രതിസന്ധികൾ ഒന്നുമില്ല, തടസ്സങ്ങൾ ഒന്നുമില്ലാതെ ജയിൽ മോചിതനാകുന്നു. എല്ലാവരും കാത്തു നിൽക്കുകയാണ് അവിടെ. അല്പസമയത്തിനകം, നേരത്തെ പറഞ്ഞ 10 മിനിറ്റ് ആണെങ്കിൽ അധിക സമയം അത്രയും എടുക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? ഉടൻ പുറത്തേക്ക് വരും. ഇറങ്ങി കഴിഞ്ഞ 9 ദിവസമായി ദുർഗിലെ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 2 കന്യാസ്ത്രീകളും ഇതാ പുറത്തിറങ്ങിയത്. അവരുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. 9 ദിവസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ കന്യാസ്ത്രീകളുടെ കൂടെ നമ്മുടെ നേതാക്കൾ ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നു ഈ ദിവസം അത്രയും നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും എല്ലാം ഇടപെട്ടുകൊണ്ടിരുന്നത്. അത് ഫലം കണ്ടിരിക്കുന്നു. ഇതാ പുറത്തിറങ്ങിയിരിക്കുന്നു. 9 ദിവസത്തെ പീഡാനുഭവം, അതിനുശേഷം 2 കന്യാസ്ത്രീകളും വനിതാ ജയിലിന് പുറത്തേക്ക് വരുന്ന വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒപ്പം മദർ സുപ്പീരിയർ ഉണ്ട്, അവരുടെ ഒപ്പം സഹോദരന്മാരുണ്ട്, അവരുടെ ഒപ്പം അവരുടെ സഹോദരിമാരുണ്ട്, അവരുടെ ഒപ്പം നമ്മുടെ MP-മാരും MLA-മാരും കോൺഗ്രസിന്റെയും CPM-ന്റെയും BJP-യുടെയും നേതാക്കളുമുണ്ട്. എന്തായാലും ഒപ്പം കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയുണ്ട്. എന്തായാലും കേരളം കാത്തിരുന്ന ആ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് അവരുടെ സഹോദരങ്ങൾ രാവിലെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തിറങ്ങിയ 2 കന്യാസ്ത്രീകൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് വിലക്കുണ്ട്, കേസിന്റെ വിശദാംശങ്ങൾ പറയുന്നതിന് വിലക്കുണ്ട്. എങ്കിലും നമ്മൾ ഈ കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു കാത്തുനിന്നത്, നമ്മൾ ഈ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു ഇത്രയും ദിവസം പരിശ്രമിച്ചത് എന്ന് സഹോദരങ്ങളും ഒപ്പം തന്നെ ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എല്ലാം പറഞ്ഞിരുന്നു. എന്തായാലും ഇതാ നമ്മൾ കാത്തിരുന്ന ആ ദൃശ്യം നമ്മളുടെ ജനപ്രതിനിധികളുടെ കൂടെ, നമ്മുടെ നേതാക്കളുടെ കൂടെ അതാ വരുന്നു 2 കന്യാസ്ത്രീകളും. എന്തായാലും ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ തത്സമയം ദുർഗിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 കന്യാസ്ത്രീകളും ഏറെ സന്തോഷത്തോടു കൂടി അതാ കഴിഞ്ഞ ദിവസങ്ങളിൽ ദുഃഖിച്ച് ആ സെല്ലിലിരുന്ന 2 കന്യാസ്ത്രീകളും അവരുടെ ദുഃഖത്തിന്റെ കാലം അവസാനിപ്പിച്ച് നടന്നിതാ ദുർഗ് ജയിലിന് പുറത്തേക്ക് വരുന്നതിന്റെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രതികരണം കൂടി തേടാം. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇടയിലൂടെയാണ് എല്ലാ 2 കന്യാസ്ത്രീകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സുരക്ഷ ഒരുക്കി പോലീസുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവരെ ഈ 2 കന്യാസ്ത്രീകളെയും പരസ്യമായ വിചാരണയ്ക്ക് വിധേയമാക്കിയത്. അതിനുശേഷം പോലീസിന് നൽകി, പോലീസ് അവരെ കേസ് രജിസ്റ്റർ ചെയ്തു, അതിനുശേഷം ജയിലിലടച്ചു. ഈ വാർത്ത അറിഞ്ഞതു മുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യരെല്ലാവരും ഇവരെ പുറത്തിറക്കാൻ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന ആവശ്യം ഉന്നയിച്ച് തെരുവിലിറങ്ങുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സജീവമായ ഇടപെടലുകൾ കണ്ടു. പാർലമെന്റിൽ വലിയ പോരാട്ടം നമ്മുടെ MP-മാർ നടത്തി, തെരുവിൽ വലിയ സമരങ്ങൾ നടന്നു. അതെല്ലാം കഴിഞ്ഞ് ഇതാ നമ്മുടെ കൺമുന്നിലൂടെ 2 കന്യാസ്ത്രീകളും നടന്നു പോകുന്നു. വലിയ സന്തോഷത്തിലാണ് അവർ. ആ കാഴ്ച നമുക്ക് കാണാം. എന്തായാലും കഴിഞ്ഞ 9 ദിവസമായി കാത്തുനിന്ന ആ കാഴ്ച കാണുന്നത്. കേരളത്തെ സംബന്ധിച്ചോളം നമ്മൾ കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു. ആ ദിവസങ്ങൾ ഇപ്പോൾ ആശ്വാസത്തിൻ്റെതായി. NIA കോടതിയിൽ നിന്നും വിധി വന്നതിന് തൊട്ട് പിന്നാലെ ദുർഗിലെ ജയിലിൽ നിന്നും 2 പേരും ജയിൽ മോചിതനാകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ഒക്കെയാണ് ഇപ്പോൾ 2 പേരെയും സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 9 ദിവസങ്ങൾ രോഗത്തിന്റെ പീഡാനുഭവങ്ങളൊക്കെയായിരുന്നു ഇവരെ സംബന്ധിച്ചോളം. സിസ്റ്റർ മേരി ഉൾപ്പെടെയുള്ളവർക്ക് നിരന്തരം ചികിത്സ വേണ്ടിയിരുന്ന സിസ്റ്ററായിരുന്നു. അവരൊക്കെ തന്നെ കഴിഞ്ഞത് വീർപ്പ് മുട്ടിയായിരുന്നു ജയിലിൽ. വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിലും വളരെ സന്തോഷത്തോടുകൂടി വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും ജയിലിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. അവർ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാഹനത്തിൽ തൊട്ടടുത്തുള്ള കന്യാസ്ത്രീ മഠത്തിലേക്ക് പോകും. അവിടെയാണ് വരും ദിവസങ്ങളിൽ അവർ ഉണ്ടാവുക. നാട്ടിലേക്ക് വരുമോ എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും